യേശുവിനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവിനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവിനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവിനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. രണ്ട് കരങ്ങളെ തുറന്ന് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവിക മഹത്വം ദർശിക്കുവാൻ കൃപയ്ക്ക് വേണ്ടി ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിച്ച് എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും വിശുദ്ധരായി ഈ അഭിഷേകത്തിന് വേണ്ടി ദൈവത്തിന്റെ ധാരാളമായ കൃപകൾ ഒഴുകട്ടെ. ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന 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 യേശുവേ. പരിശുദ്ധ അമ്മയെ പോലെ ആരാധിച്ച് ആരാധന യേശുവേ. വിശുദ്ധാത്മാക്കളെ പോലെ ആരാധിച്ച് ആരാധന യേശുവേ. മാലാഖമാരെ പോലെ ആരാധിച്ച് ആരാധന യേശുവേ. കരങ്ങൾ കൂട്ടി ആരാധിച്ച് ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ വിവാഹം കഴിക്കണം, മക്കൾക്ക് ജന്മം നൽകണം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും മക്കൾക്ക് ജന്മം നൽകണം. അവർക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞ് പോകരുത്. തകർന്നുപോയ ഇസ്രായേലിനെ പുനരുദ്ധരിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്നുള്ളത്. ഈ കാലഘട്ടത്തിലും ഓർക്കേണ്ട കാര്യമാണ്. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ, തറവാടുകളെ, സമുദായങ്ങളെ പുനരുദ്ധരിക്കുവാൻ ദൈവമായ കർത്താവ് തരുന്ന വാഗ്ദാനം ഇത് തന്നെയാണ്, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ മക്കൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി മക്കൾ, ഞങ്ങൾ ജോലി ശരിയാവട്ടെ, ഞങ്ങളുടെ ഭാവി ശരിയാവട്ടെ, വീടിൻ്റെ പണി തീരട്ടെ, എന്നിട്ട് മതി മക്കൾ എന്ന് ചിന്തിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ 2-3 മക്കളായി കഴിഞ്ഞപ്പോൾ ഇനിയും വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന ദമ്പതികൾ, ഇതുപോലെ തന്നെ പ്രസവം നിർത്തുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവർ, അബോർഷൻ നടത്തിയവർ, അതുപോലെ തന്നെ അധികം മക്കളുണ്ടാകുമ്പോൾ അത് ഭാരമാണ്, അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പഠിപ്പിക്കുന്നവർ, കുഞ്ഞുങ്ങളെ മനസ്സോടുകൂടി സ്വീകരിക്കുന്നവർ, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ആരോഗ്യം, ഇതിനെല്ലാം വേണ്ടി മക്കൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ദമ്പതികൾ, ഇതുപോലെ തന്നെ കൃത്രിമ മാർഗങ്ങളിലൂടെ മക്കൾക്ക് ജന്മം നൽകുന്ന ഇതെല്ലാം ദൈവസന്നിധിയിൽ ഗുരുതരമായ തെറ്റാണെന്ന് ഈ കാലഘട്ടത്തിൻ്റെ ദമ്പതികൾ തിരിച്ചറിഞ്ഞു. വിവാഹം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, മക്കളില്ല. എന്താ കാര്യം? ഇപ്പം മക്കളുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചില സന്തോഷങ്ങൾക്ക് അത് തടസ്സമായി തീരും. ഞങ്ങൾക്കതിനുള്ള വരുമാനമായിട്ടില്ല, ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കതിനുള്ള ബാങ്ക് ബാലൻസ് ആയിട്ടില്ല.
ഏതെങ്കിലും ദമ്പതികൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു, ദൈവസന്നിധിയിൽ അത് ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജെർമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ാം തിരുവചനത്തിലൂടെ, ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. വീണ്ടും ജെർമിയ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിച്ച വചനമായിരുന്നു, നിങ്ങൾ വിവാഹം കഴിക്കണം, മക്കൾക്ക് ജന്മം നൽകണം, നിങ്ങളുടെ പുത്രിമാരും വിവാഹം കഴിക്കണം, അവരും മക്കൾക്ക് ജന്മം നൽകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്നുള്ളത്. ഏതൊക്കെ കുടുംബങ്ങളിലാണോ ഈ കാലഘട്ടത്തിൽ മക്കളുടെ എണ്ണം കുറഞ്ഞു പോയിരിക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് ദമ്പതികൾ മക്കളുടെ എണ്ണം കുറച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ പേരിൽ. ചില ദമ്പതികൾ മക്കൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന എന്തിൻ്റെ പേരിലാ? അവരെ സംബന്ധിച്ചിടത്തോളം 1-2 മക്കളോ ഉള്ളുവെങ്കിൽ അവരെ നല്ലപോലെ നോക്കാൻ സാധിക്കും, അവർക്ക് രോഗങ്ങൾ കുറവായിരിക്കും, നല്ല വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് ഈ ദമ്പതികളുടെ മിഥ്യാധാരണ കാരണം. എന്നാൽ പഴയ തലമുറയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഓരോ കുടുംബത്തിലും 8-10 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെ രോഗങ്ങൾ പെരുകയാണ് ചെയ്തത്, കുറയുകയാണ് ചെയ്തത്. ഈ കാലഘട്ടത്തെക്കാളും 8-10 മക്കളുണ്ടായിരുന്ന കുടുംബങ്ങൾ രോഗങ്ങൾ കുറയുകയായിരുന്നു. നമ്മൾ മക്കൾ വേണ്ട എന്ന് വെച്ചത് കൂടുതൽ സന്തോഷ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ കാലഘട്ടത്തെ കാണാൻ സാധിക്കും, അന്ന് 8-10 മക്കളുണ്ടായിരുന്ന കുടുംബങ്ങളുണ്ടായിരുന്ന സന്തോഷം, സമാധാനം ഇന്ന് 1-2 മക്കളുടെ കുടുംബങ്ങളിൽ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് 10 മക്കളുടെ പിതാവിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെന്നതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചു, അപ്പൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എന്തൊന്നില്ലാത്ത പ്രകാശം. ഈ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പം അപ്പൻ്റെ ഉള്ളിൽ വലിയൊരു ആത്മസന്തോഷത്തോടു കൂടിയ ഈ ലോകത്തിന് വേർപെട്ടു പോയത്. കാരണം 10 മക്കൾക്ക് ജന്മം നൽകി, അവരെ ക്രിസ്തീയ വിശ്വാസത്തെ വളർത്തി. ഇന്ന് അവർ സമൂഹത്തിൽ നല്ലവരായി ജീവിക്കുന്നു, നല്ല കുടുംബങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ ദമ്പതികളാണോ മക്കളുടെ എണ്ണം വേണ്ടെന്ന് വെച്ചിരിക്കുന്നവരും കുറച്ചിരിക്കുന്ന ദമ്പതികളെ നമ്മൾ വലിയ ഒരു അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് ഈ കാലഘട്ടത്തിന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. കേരളത്തിൽ തന്നെ അറിയാൻ സാധിച്ചു, 13 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇന്ന് അടച്ച് പൂട്ടലിന്റെ ഭീതിയിലാണ്, അടഞ്ഞു കിടക്കുകയാണ്. വീടുകൾ പണിതു, ഇതാ മക്കളൊക്കെ വിദേശത്ത്, ഇവിടെ ആരുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യകുലത്തിന് ദൈവം നൽകുന്ന ആദ്യത്തെ അനുഗ്രഹം എന്താ? ധാരാളം മക്കൾ ഉണ്ടാവണം എന്നുള്ളത് മനുഷ്യകുലത്തിന് ദൈവം ആദ്യം കൊടുക്കുന്ന അനുഗ്രഹം. നമ്മൾ കണ്ടുമുട്ടുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. വീണ്ടും കാണുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം തിരുവചനം. നോഹയുടെ പുത്രന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറയുവിൻ. വീണ്ടും നമ്മൾ കാണുകയാണ് 1 ദിനവൃത്താന്ത പുസ്തകം 25-ാം അധ്യായം 5-ാം തിരുവചനം. ഇവരെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്നോർക്കുക, ഹേമാനെ ഉന്നതനാക്കുന്നതിന് ദൈവം അന്ന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും നൽകി. ഹേമാനെ ഉന്നതനാക്കുന്നതിന് ഇന്ന് ഈ കാലഘട്ടത്തിൽ നിന്നെ ഉന്നതനാക്കണോ? ദൈവം നിങ്ങൾ ദാമ്പത്യ വല്ലരിയിലേക്ക് നൽകുന്ന മക്കളെ ദൈവത്തിൻ്റെ കരങ്ങൾ സ്വീകരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം. തകർന്നു കിടന്ന ഇസ്രായേലിനെ ദൈവം പുനരുദ്ധരിച്ചത് ധാരാളം മക്കളുണ്ടാവണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിലും തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദമ്പതികളെ, എന്താണ് ചെയ്യേണ്ടത്? ദൈവം നിങ്ങൾക്ക് തരുന്ന മക്കളെ ദൈവത്തിൻ്റെ കരകളിൽ നിന്ന് മാതാപിതാക്കൾ സ്വീകരിക്കാൻ തയ്യാറാവണം. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 6-ാം തിരുവചനം. ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന റെബേക്കയെ അനുഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്, നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. 4 മക്കളാവുക, 5 മക്കളാവുക. ഇത് നാണിക്കേണ്ട കാര്യമില്ല. അഭിമാനത്തോടു കൂടെ പറയണം, ഞാൻ 5 മക്കളുടെ അമ്മയാ,
ഞാൻ 8 മക്കളുടെ അമ്മയാം. ഹേമാനെ ഉന്നതനാക്കുന്നതിന് ദൈവമായ കർത്താവ് ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും നൽകിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ അഭിമാനത്തോടുകൂടെ മാതാപിതാക്കളെ, ദമ്പതികളെ, മക്കൾക്ക് ജന്മം നൽകുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം. തകർന്നു കിടക്കുന്ന കുടുംബത്തെ, തകർന്നു കിടക്കുന്ന സമുദായത്തെ, തകർന്നു കിടക്കുന്ന സഭയെ പടുത്തുയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലൂടെയാണ് അത് ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും തിരിച്ചറിയുക, സന്താനങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. 127 സങ്കീർത്തനം 3-ാം തിരുവചനം പറയുകയാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. മക്കളെ ദൈവം തരുമ്പോൾ മാതാപിതാക്കൾ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ തയ്യാറാവണം. അല്ലാതെ വീട് വെച്ചിട്ടാവട്ടെ, 5 വർഷം കഴിഞ്ഞിട്ടാവട്ടെ എന്നല്ല, കർത്താവിൻ്റെ സമ്മാനമാണ് മക്കൾ. ദമ്പതികളെ, നിങ്ങൾക്ക് ദൈവം തരുന്ന ഈ സമ്മാനത്തെ ദൈവത്തോട് നിങ്ങൾ പറയുക, എനിക്ക് സമ്മാനം വേണ്ട, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഗുരുതരമായ പാപമാണ് എന്ന് ദമ്പതികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ മക്കളുടെ എണ്ണം കുറവ് മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നേ? നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, നല്ല ഭക്ഷണം കൊടുക്കാൻ, നല്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി. എന്നാൽ ഇന്ന് നോക്കുക, നമ്മുടെ കുടുംബത്തിൽ നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യവും അതുപോലെ നല്ല ഭക്ഷണവും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? മക്കളുടെ എണ്ണം കൂടിയപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പട്ടിണി കിടക്കേണ്ടി വരുമെന്ന്. എന്നാൽ പഴയ തലമുറയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആ കുടുംബത്തിൽ 10ഉം 12ഉം ഉണ്ടായിരുന്നു. ദൈവം അവരുടെ ദാമ്പത്യ വല്ലരിയിലേക്ക് കുഞ്ഞുങ്ങളെ നൽകിക്കഴിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ 2 കൈ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചു. ആ കുടുംബത്തിൽ പട്ടിണി ഉണ്ടായോ? കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായി. പക്ഷേ ആ മാതാപിതാക്കൾക്ക് ഇന്ന് അഭിമാനത്തോടു കൂടെ പറയാൻ സാധിക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തമ്പുരാൻ കാത്തു പരിപാലിച്ചു. 10ഉം 12ഉം മക്കളുണ്ടായിരുന്നു. രോഗങ്ങൾ ഞങ്ങൾക്ക് കുറവായിരുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ആ മക്കളൊക്കെ ഉന്നതന്മാരായി വലിയവരായി അവർ മാറിയിട്ടുണ്ട്. എപ്പോഴാ? ദൈവം നൽകിയ മക്കളെ ഈ മാതാപിതാക്കൾ 2 കരങ്ങൾ നീട്ടി ദൈവത്തിൻ്റെ കരങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ 1-2 കുഞ്ഞുങ്ങളൊക്കെ മതി എന്ന് ഏതെങ്കിലും കാരണവന്മാർ ചിന്തിക്കുന്നോ, മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞു, നിങ്ങളുടെ മക്കൾക്കൊന്നും ഒരു വൈകാരികമായ സ്നേഹം ഈ അപ്പനോടോ അമ്മയോടോ ഇല്ല എന്നുള്ളതാണ് അച്ഛൻ കണ്ടിരിക്കുന്നത്. അമ്മ മരിച്ചു എന്ന് കേട്ട് കഴിയുമ്പോൾ ഈ കുഞ്ഞിന് കരയാനൊന്നും തോന്നില്ല. വാട്ട് യു ഫീൽ? ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സംതിങ് മിസ്സിങ്. അത്ര ഉള്ള കുഞ്ഞിന്റെ ഫീലിംഗ്. പണ്ട് 5ഉം 10ഉം മക്കൾക്ക് ജന്മം നൽകിയ അമ്മ ഒരു ദിവസം വീട്ടിലില്ലാതിരിക്കുമ്പോൾ ഈ ജീവിത പങ്കാളിക്കും മക്കൾക്കും തോന്നുന്ന ഒരു വൈകാരികമായ ഒരു സ്നേഹമുണ്ട്. ഈ കാലഘട്ടത്തിൽ അതില്ല. മക്കളുടെ എണ്ണം കുറഞ്ഞപ്പോഴല്ലേ സ്നേഹമൊക്കെ നമ്മുടെ കുടുംബത്തിൽ മരവിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ദമ്പതികളെ, ദൈവം തരുന്ന മക്കളെ ദൈവത്തിൻ്റെ കരകളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. അപ്പോൾ ചില വ്യക്തികൾ ഈ സമയം ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെ ദൈവം തരുന്ന മക്കളെ മുഴുവൻ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന്. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ദൈവം തരുന്ന ഉത്തരമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 29-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബിന്റെ ഭാര്യ ലയ, ദൈവം അവിടെ ദാമ്പത്യ വല്ലരിയിലേക്ക് 4 മക്കളെ നൽകിയാണ്. ആ 4 മക്കളാണ് റൂബൻ, ശിമിയോൻ, ലേവി, യൂദൈ. എന്നാൽ ഇതിനുശേഷം വചനത്തെ കാണാൻ സാധിക്കും, പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല എന്ന്. ഓർക്കുക, ഓരോ കുടുംബത്തിനും ദൈവം എത്ര മക്കളെ തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും മക്കളെ ദൈവം തരും. പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് ദൈവം കൊടുക്കാൻ ആഗ്രഹിച്ച മക്കളെ ദൈവം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് ആരാധനയെ പ്രാർത്ഥിക്കണം, മുട്ടുകൾ കുത്തി നിൽക്കാം. ദമ്പതികൾ, മക്കളില്ലാത്ത ദമ്പതികൾ ഉണ്ടായിരിക്കാം. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് ചിന്തിക്കുന്ന ദമ്പതികളുണ്ടാവാം. ഇതുപോലെ തന്നെ സ്വാർത്ഥത കാരണം മക്കൾക്ക് ജന്മം നൽകാത്ത മാതാപിതാക്കളുണ്ടാവാം.
ഇവരൊക്കെ ഈ ആരാധനയിൽ ശക്തമായി പ്രാർത്ഥിച്ചു. ഒരു പുതിയ അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും വർഷിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ആരാധനയാണ്. 2 കരങ്ങൾ തുറന്നു പിടിച്ച് ദൈവത്തിൻ്റെ ധാരമാണ് മക്കൾ എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുക. സങ്കീർത്തനം 127 അധ്യായം 3 തിരുവചനം പറയുന്നു, കർത്താവിന് ധാരമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവേ, നീ ഞങ്ങൾക്ക് തരുന്ന സമ്മാനമാണല്ലോ ഞങ്ങളുടെ മക്കൾ. ദൈവം തരുന്ന സമ്മാനം നോ എന്ന് പറയുവാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ദൈവം തരുന്നതിന് ദൈവത്തിൻ്റെ കരകൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും പോരായ്മകളും ഞങ്ങൾക്ക് വന്നു പോയിട്ടുണ്ട്. മക്കൾ വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന ദമ്പതികൾ 3-4 മക്കളായി കഴിഞ്ഞപ്പോൾ ഇനി മക്കൾ വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്നവർ, മക്കൾ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവുമെന്ന് ചിന്തിച്ചിരിക്കുന്നവർ, അബോർഷൻ നടത്തിയിരിക്കുന്ന മാതാപിതാക്കൾ, ഈ ആരാധനയിൽ നമുക്ക് മുട്ടുകേൾക്കുത്താം. ദമ്പതികളെ, ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാത്തവരായിരിക്കാം. കുഞ്ഞുങ്ങൾ 1-2 കഴിഞ്ഞപ്പോൾ ഇനി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ദമ്പതികളായിരിക്കാം. ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചു. 127 സങ്കീർത്തനം 3 തിരുവചനം പറയുന്നു, കർത്താവിന്റെ ധാരമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മക്കളെ സ്വീകരിക്കാൻ മാതാപിതാക്കളെ നിങ്ങൾ തയ്യാറാവണം. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെയും തലമുറയെയും ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. തകർന്നു കിടന്ന ഇസ്രായേലിനെ ദൈവം പുനരുദ്ധരിച്ചത് നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണെങ്കിൽ ഈ സമയം 2 കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ, മക്കളോരനുഗ്രഹമാണീ, ഇൻ മക്കളോരനുഗ്രഹമാണീ, മക്കളോരനുഗ്രഹമാണീ, ഇൻ മക്കളോരനുഗ്രഹമാണീ. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. 100 വയസ്സായ അബ്രാഹത്തിന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറയുടെ ഉദരം വന്ധ്യമാണെന്നറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം കുറഞ്ഞു പോയില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. അതിനാൽ അവന്റെ വിശ്വാസം നീതിയായി പരിഗണിച്ചു. ഈ സമയം വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു മക്കളില്ലാതെ നിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ സമർപ്പിക്കുന്നു. ഓ എന്റെ കർത്താവേ, ഇവിടെ ദാമ്പത്യവല്ലരി ഏതെല്ലാം രീതിയിൽ കുറവുകളോ പോരായ്മകളോ ഉണ്ടോ? വൈദ്യശാസ്ത്രപരമായി ഇവർ രോഗങ്ങളാൽ വരയുന്ന വ്യക്തികളായിരിക്കാം, വിവിധങ്ങളായ രോഗങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുന്ന വ്യക്തികളായിരിക്കാം, ഒരുപക്ഷെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം. കർത്താവേ, നിന്റെ തിരുസന്നിധിയിലേക്ക് ഈ ദമ്പതികൾ കരങ്ങൾ നീട്ടി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സകല ദമ്പതികൾക്ക് വേണ്ടി ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹമാണല്ലോ മക്കൾ. ദൈവമേ, നിന്റെ സമ്മാനങ്ങൾ കൊണ്ട് ഈ കുടുംബത്തെ നിറയ്ക്കണമേ, മക്കളെ നിറയ്ക്കണമേ, ദാമ്പത്യ വല്ലരിയെ അവിടെ ചൊല്ലിപ്പിക്കണമേ. 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. സ്ത്രീ സഹജമായ രോഗങ്ങൾ, പുരുഷ സഹജമായ രോഗങ്ങൾ യേശുനാമത്തിന്റെ ശക്തിയാൽ അവിടുന്ന് വിട്ടുപോകട്ടെ. സന്താന സൗഭാഗ്യം നൽകി എല്ലാ ദമ്പതികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ, കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ജെറമിയ പ്രവാചകന്റെ പുസ്തകം
29 അധ്യായം 6 തിരുവചനം പറയുന്നു, നിങ്ങൾ വിവാഹം കഴിക്കണം, മക്കൾക്ക് ജന്മം നൽകണം, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വിവാഹം ചെയ്യണം, അവർക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഓ എൻ്റെ കർത്താവേ, ഈ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളും അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണല്ലോ. വൃദ്ധരായ മാതാപിതാക്കൾ ഏകാന്തത അനുഭവിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബം ദാരിദ്ര്യത്തിന് പിടിയില്ല. ഇതിൻ്റെ എല്ലാം കാരണം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളുടെ എണ്ണം കുറഞ്ഞു പോയതാണല്ലോ. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ഞങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളുടെ പോരായ്മകളെയും എല്ലാം ഞങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച്, ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ച്, ഇന്നും ജീവിക്കുന്നവനായ യേശുവിനെ നോക്കി അവന്റെ നാമം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, രക്ഷ നൽകുന്ന നാമം ഒന്ന് വിളിച്ച്, സൗഖ്യം തരും നാമം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, വിടുതൽ തരും നാമം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, തലമുറകളെ അനുഗ്രഹിക്കുന്ന നാമം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, 2 കരങ്ങൾ ഉയർത്തി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 25 അധ്യായം 5 തിരുവചനം. ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ വാഗ്ദാനമനുസരിച്ച് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും നൽകി. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടണം. ദൈവം തരുന്ന മക്കളെ ദൈവത്തിന്റെ കരകൾ സ്വീകരിച്ചുവെങ്കിൽ മാത്രമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ആരാധനവേളയിൽ ഞങ്ങളുടെ കഴിഞ്ഞ കാലഘട്ട ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും പോരായ്മകളെയും നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. വരുമാനമായിട്ട് മക്കൾ മതി എന്ന് ചിന്തിച്ചവർ, ഭവനത്തിന്റെ പണി തീർന്നിട്ട് മതി, ജോലി ലഭിച്ചിട്ട് മതി, വിവിധങ്ങളായ രീതിയിൽ മക്കൾക്ക് ജന്മം നൽകേണ്ടവർ, അതിന് തടസ്സം നിന്ന മാതാപിതാക്കളാണ് ഞങ്ങൾ. വിവാഹം കഴിച്ചിട്ട് മക്കൾ വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്ന ദമ്പതികളുണ്ടല്ലോ. മക്കൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടല്ലോ. 1-2 മക്കളായപ്പോൾ പ്രസവം നിർത്തിയിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ. മക്കൾ കുറേയായി കഴിഞ്ഞാൽ അതെല്ലാം ഭാരമാകുമെന്ന് ചിന്തിച്ചവർ, മറ്റുള്ളവർ കളിയാക്കുമെന്ന് ചിന്തിച്ചവർ, പ്രസവം നിർത്തുവാൻ വേണ്ടി പ്രേരിപ്പിച്ചവർ, അബോർഷൻ നടത്തിയവർ, മക്കൾ അധികം ഉണ്ടാവരുത് എന്ന് പഠിപ്പിച്ചവർ, വിവിധങ്ങളായ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളഞ്ഞു, തലമുറകളെ തകർത്ത് കളഞ്ഞു. ദൈവത്തിന്റെ സരിയെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. 2 കരങ്ങൾ ഉയർത്താൻ മക്കളെ, യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചേ, അതിരം തുറന്നൊന്ന് വിളിച്ചേ, ഹൃദയം തുറന്നൊന്ന് വിളിച്ചേ. മനസ്സോടുകൂടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് ദമ്പതികളുണ്ടെങ്കിൽ ഈ സമയം കർത്താവിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിൽ നിറയുവാൻ വേണ്ടി നീ വിളിച്ച് പ്രാർത്ഥിച്ചു, യേശു നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. ബോധപൂർവ്വം മക്കൾക്ക് ജന്മം നൽകാതിരിക്കുന്ന ദമ്പതികൾ യേശുവിന്റെ സന്നിധിയിൽ ഈ സമയം മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൃപയും അഭിഷേകം സകല കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കും മക്കളെ. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വലിയ ഒരു അഭിഷേകം ഈ നിമിഷം ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ ബുദ്ധി പ്രകാശിപ്പിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ ജന്മം നൽകിയ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ വലിയ ഒരു അഭിഷേകം കർത്താവേ ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വരണമേ, എല്ലാ ദമ്പതിമാരിലേക്ക് കടന്നു വരണമേ കർത്താവേ. ദൈവത്തിന്റെ അനുഗ്രഹം ഈ നിമിഷം ആസ്വദിക്കുന്ന കർത്താവേ. ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ തെറ്റായ ധാരണങ്ങളെല്ലാം എടുത്തു മാറ്റി കർത്താവേ, നിന്നിൽ ആശ്രയിക്കാനുള്ള വലിയ അഭിഷേകം മക്കളിലേക്ക് നൽകണമേ. യേശുവേ, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.